ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നുവെന്നാണ് ഹർജിക്കാരുടെ വാദം. ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാനാകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് കോടതി ഇന്നലെ വാക്കാൽ ശരിവെച്ചിരുന്നു. അതേസമയം വോട്ട് ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭം പ്രഖ്യാപിച്ച കോൺഗ്രസ് നാളെ വൈകിട്ട് മെഴുകുതിരി മാർച്ച് നടത്തും. രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ നടന്നതാണ്. ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന സുപ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഏത് തരത്തിലായിരുന്നു? വാദം ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? ആദ്യം അതിലേക്ക്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അത് കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ആദ്യ ദിനം മുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വിഷയം തന്നെ SIR ആണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. കാരണം അത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധിക്കുന്നത്. പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയിരുന്നില്ല. മാത്രവുമല്ല, സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട് സർക്കാരും സ്വീകരിക്കുന്നു. ഏതായാലും ആ വിഷയം കോടതി കയറിയിട്ടുണ്ട്. ഇന്നലെ വിശദമായ വാദം ഈ കേസിൽ നടക്കുകയും ചെയ്തു. കാരണം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2003 അടിസ്ഥാന വർഷമാക്കി 2003 തെരഞ്ഞെടുപ്പ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ്. അന്ന് ആ പട്ടികയിൽ പേരില്ലാത്തവരുടെ ഒക്കെ തന്നെ 11 രേഖകൾ ഹാജരാക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. കാരണം ഒന്ന്, ആധാർ ഈ 11 രേഖകളിൽ ഉൾപ്പെടുന്നില്ല. ഇതുകൂടാതെ മറ്റ് 11 രേഖകളും ഒരുപക്ഷെ എല്ലാവർക്കും നൽകിക്കൊള്ളാൻ കഴിഞ്ഞേക്കുമില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സമയം, ഈ പരിഷ്കരണ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്ന സമയമൊക്കെ തന്നെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാൻ ഇനി 1-2 മാസങ്ങളേ ഉള്ളൂ. സ്വാഭാവികമായി സെപ്റ്റംബർ മാസത്തിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഇത്തരം ഒരു നീക്കം ആളുകളെ കൂട്ടത്തോടെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് എന്ന വാദം ആദ്യം മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്മീഷനിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ചൊക്കെ നടന്നു. ആദ്യം ഈ മാർച്ച് നിശ്ചയിക്കുന്നത് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിലായിരുന്നു. പിന്നീടാണ് രാഹുൽ ഗാന്ധി ആരോപണമായി തെളിവുകൾ നിരത്തിക്കൊണ്ട് രംഗത്ത് വരികയൊക്കെ തന്നെ ചെയ്തത്. ഏതായാലും ഇന്നലെ കോടതി വിശദമായി ഇക്കാര്യത്തിൽ വാദം കേട്ടു. പക്ഷേ ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്ന കമ്മീഷൻ നിലപാടിനോട് യോജിക്കുന്ന, അല്ലെങ്കിൽ വാക്കാൽ ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്ത്, നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കാരണം ആധാർ നിയമത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതായത് ഈ 11 ഡോക്യുമെന്റായി ആധാർ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന കമ്മീഷന്റെ നിലപാടിനോട് വാക്കാൽ യോജിക്കുകയാണ് ഇന്നലെ ചെയ്തത്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഇതിനകത്ത് കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വാദം നടത്തി. പ്രത്യേകിച്ച് യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവർ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 3 പേരെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം തന്നെ ഒരുപക്ഷെ സാധാരണക്കാരായ മനുഷ്യനാണ്, ഗ്രാമീണരാണ്. അവർക്ക് ഈ 11 രേഖകൾ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ അതിന് സാധിക്കില്ല എന്ന വാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കോടതി അക്കാര്യത്തിലൊരു കൃത്യമായ, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇന്ന് വിശദമായ വാദം നടക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും ഈ വിഷയത്തിൽ കോടതി എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഇന്നലെ കമ്മീഷനെ സംബന്ധിച്ച് അനുകൂല നിലപാട് കോടതിയിൽ നിന്നുണ്ടായി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആധാർ ഒരു രേഖയായി കണക്കാക്കാൻ കഴിയില്ല, വോട്ടർ രേഖയായി പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്ന നിലപാടിനോട് തത്വത്തിൽ യോജിക്കുന്ന നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നും വിശദമായ വാദം കേൾക്കും. അതിനുശേഷം എന്ത് നിലപാട് കോടതി സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. നിലവിൽ ഈ പരിഷ്കരണ നടപടികളുമായി കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, ഏറ്റവും ചുരുങ്ങിയത് 65 ലക്ഷം ആളുകൾക്കെങ്കിലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ബീഹാറിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ വോട്ടില്ലാത്ത സാഹചര്യം വരും എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അഭിഷേക് സിംഗ്വി, ഒപ്പം തന്നെ കപിൽ സിബൽ തുടങ്ങിയവരൊക്കെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. ഇന്ന് ഏതായാലും ഈ കേസ് വിശദമായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ആയി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടന്നതൊക്കെ തന്നെ. അതിന് പിന്നാലെ ഇന്നലെ AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. വിശദമായി തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച മഹാദേവപുരയിലെ അടക്കമുള്ള വിഷയങ്ങൾ മാത്രമല്ല കോൺഗ്രസിന്റെ കൈവശമുള്ളത്. ഇനിയും തെളിവുകളുണ്ട് വോട്ട് കൊള്ള നടന്നു എന്നതിന്. അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേ ദിവസമായ നാളെ
ജില്ലാ കേന്ദ്രങ്ങളിൽ മെഴുകുതിരി മാർച്ച് സംഘടിപ്പിക്കാനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടും ആ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഒപ്പം 22-ാം തീയതി മുതൽ സെപ്റ്റംബർ 7-ാം തീയതി വരെ, അങ്ങനെ നോക്കുമ്പോൾ 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ റാലികൾ സംഘടിപ്പിക്കാനും ഈ വോട്ട് കൊള്ള ഉന്നയിച്ചുകൊണ്ട് റാലികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കും ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട്. ഒപ്പം വരും ദിവസങ്ങളിലും പാർലമെന്റിലും ഈ വിഷയം വലിയ തോതിൽ ഉന്നയിക്കാനുള്ള നീക്കത്തിലേക്കും കടന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. നമുക്കറിയാം, ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വോട്ട് കൊള്ള വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന വേളയിൽ ഈ വിഷയവും കൂടി സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും എന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നതാണ്. എന്താണ് ഇന്നലെ വാദം കേട്ട സമയത്ത് ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നോ, അല്ലെങ്കിൽ ഉന്നയിച്ചിരുന്നോ? ഇനി ഇന്നത്തെ ദിവസവും ഒക്കെ വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ എത്രത്തോളമാണ്? അത്തരം വിഷയങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് പലരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. യോഗേന്ദ്ര യാദവ് ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട ഹർജിക്കാരനാണ്, സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ യോഗേന്ദ്ര യാദവ്. അപ്പോൾ അദ്ദേഹം പ്രധാനമായും 3 പേരെ അവിടെ നേരിട്ട് തന്നെ ഹാജരാക്കുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ഈ 3 പേരും മരിച്ചെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് കമ്മീഷൻ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷെ അവർ ജീവനോടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ യോഗേന്ദ്ര യാദവ് ആ 3 പേരെയും നേരിട്ട് ഹാജരാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയത്. ഏതായാലും സുപ്രീം കോടതി അത്തരം നടപടികളൊക്കെ തന്നെ അഭിനന്ദിക്കുന്ന സമീപനവും ഇന്നലെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് വോട്ടർ പട്ടികയിലുണ്ട് എന്ന കാര്യം ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത്തരം നീക്കങ്ങൾ സ്വാഭാവികമായും ഇന്നും അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രത്യേകിച്ച് ഈ വോട്ടുകളുടെ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യമാണ്, ഇത്തരത്തിൽ കൂടുതൽ തെളിവുകൾ അവരുടെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇന്ന് വാദം നടക്കുമ്പോൾ അത്തരം പരാമർശങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് കോടതി മുമ്പാകെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തീർച്ചയായും രാകേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരുമെന്നുള്ളതാണ്. അന്തിമമായി ഈ വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ നിലനിൽക്കുകയാണ്. അതേസമയം ഇന്നലത്തെ വാദം കേട്ടതിന് ശേഷം കോടതി കമ്മീഷന് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നതാണ് സാഹചര്യം. അതേസമയം ഈ വോട്ടുകൊള്ള ആരോപണത്തിൽ അടക്കം വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അപ്പോൾ നാളെ മെഴുകുതിരി മാർച്ച് അടക്കം രാജ്യവ്യാപകമായി നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ആ പ്രതിഷേധം മറ്റൊരു വശത്ത് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം.